നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ചുരങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിൽ മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതി ചാലക്കുടി സ്വദേശി സുനാമി ജെയ്സനെ മോഷണം നടന്ന ആന്തൂർകുന്ന് മനയിൽ കൊണ്ടുവന്നത് ഒറ്റപ്പാലം ASPയുടെ നേതൃത്വത്തിൽ. മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിലായിരുന്ന പ്രതിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കോടതി മുഖേന. കഴിഞ്ഞ ഫെബ്രുവരി 25 നടന്ന കവർച്ചയിൽ നിർണായക തെളിവായത് പ്രതിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ. തൃശൂരിൽ ആവേശ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരെ കേസെടുത്ത പോലീസ്. പാർട്ടിയിൽ കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച അനൂപിൽ നിന്ന് വിശദമായ മൊഴി ശേഖരിച്ചു. വേനൽ മഴ മെയ് 20 വരെ തുടരും. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം മെയ് 31 കേരളത്തിലെത്തിയേക്കും. 2023 കാലവർഷം ആരംഭിച്ചത് ജൂൺ 8. മഴയെത്തും മുൻപേ മുന്നൊരുക്കങ്ങളുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. വിവിധ പ്രദേശങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണവും സജീവം. ഷൊർണൂരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ബോധവൽക്കരണ ശില്പശാല. തൃശൂർ ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 11 പേർക്ക് പരിക്ക്. ഗുരുവായൂർ മാവിൻചുവട്ടിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് പരിക്കേറ്റത് 10 പേർക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഒമ്നി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പിറകിലിടിച്ച് വാൻ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഭാരതപ്പുഴയിലെ ലക്കിടി തടയണ വൃത്തിയാക്കുന്നു. ശുചീകരണ നടപടികൾ തുടങ്ങി. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടയണ പ്രദേശം സന്ദർശിച്ചു. വാഹനാപകടങ്ങൾ പെരുകുന്ന പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവിളക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനു നേരെ കണ്ണടച്ച് അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ. പറളി ചന്തപുര പ്രദേശത്ത് മലിനീകരണം രൂക്ഷം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ചുനങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിൽ അറസ്റ്റിലായ മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ചാലക്കുടി കോടശ്ശേരി ജെയ്സൺ എന്ന സുനാമി ജെയ്സനെയാണ് പിലാത്തറയിലെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ചുനങ്ങാട് പിലാത്തറ ആന്തൂർകുന്നത്ത് മനയിൽ സുധീറിന്റെ വീട്ടിൽ നിന്ന് 4 പവൻ സ്വർണവും 10,000 രൂപയും 2 ജോഡി വെള്ളി പാദസ്വരങ്ങളും കവർന്ന കേസിലായിരുന്നു തെളിവെടുപ്പ്. മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്തതും വീട്ടിലേക്ക് കയറിയതും സംബന്ധിച്ച് ജെയ്സൺ പോലീസിനോട് വിശദീകരിച്ചു. വീടിന്റെ പിന്നിൽ നിന്ന് ആയുധമെടുത്താണ് വാതിൽ പൊളിച്ചതെന്നാണ് വിശദീകരണം. പുലർച്ചെ 4ഓടെയാണ് മോഷണത്തിനെത്തിയതെന്നും വീട്ടിലെ എല്ലാ മുറികളിലും കയറിയെന്നും ജെയ്സൺ പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച മുതൽ 52,000 രൂപയ്ക്ക് വിറ്റതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 25 കുടുംബം വീടുപൂട്ടി ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു കവർച്ച നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച ജെയ്സന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് തുമ്പായത്. മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിലായിരുന്ന ജെയ്സനെ ജയിലിലെത്തിയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തെളിവെടുപ്പിനായി കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഒറ്റപ്പാലം ASP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ ആവേശ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരെ കേസെടുത്ത പോലീസ്. 151 വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത അനൂപിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പാർട്ടിയിൽ കൊലക്കേസ് പ്രതികളടക്കം പങ്കെടുത്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ കുറ്റൂരിലെ കോൾപ്പാട ശേഖരത്തിലായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം 60-ലധികം ആളെ പങ്കെടുപ്പിച്ചുള്ള പാർട്ടി നടത്തിയത്. കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശ മോഡൽ പാർട്ടി. പാർട്ടി നടക്കുന്ന പാടശേഖരത്തിന് സമീപം പോലീസ് വാഹനവും എത്തിയിരുന്നു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം നൽകുകയാണെന്നായിരുന്നു അനൂപിന്റെ വിശദീകരണം. ഗുണ്ടകളുടെ സംഗമമായി മാറിയ പാർട്ടിയിൽ പെട്ടികളിലായി മദ്യം കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ റീൽസായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആവേശ മോഡലിൽ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗോടെയാണ് അനൂപിന്റെ എൻട്രി. ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പല ക്രിമിനൽ കേസുകളിലും കഞ്ചാവ് കേസുകളിലും ഉൾപ്പെട്ട പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച അനൂപിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മെയ് 20 വരെ വ്യാപകമായ വേനൽ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ നേരത്തെ കേരളത്തിലെത്തിയേക്കും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കനുസരിച്ച് പാലക്കാട് ജില്ലയിൽ വേനൽ മഴയുടെ കുറവ് 46%. എന്നാൽ മെയ് 20 വരെ ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്നും പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വേനൽ മഴയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ കുറവിന് സാധ്യതയില്ലെന്നുമാണ് ഇപ്പോൾ
കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതോടെ ഭാരതപ്പുഴയിൽ വെള്ളമെത്തിയത് അതിരൂക്ഷമായിരുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഹായകരമായിട്ടുണ്ട്. അതേസമയം ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വ്യാഴാഴ്ച പാലക്കാട് ഉൾപ്പെടെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിന്നിരുന്നു. ഇതിനിടെ തെക്കുപടിഞ്ഞാറൻ കാലവർഷം മെയ് 31-ന് കേരളത്തിലെത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അത് പരമാവധി 4 ദിവസം വരെ മുന്നോട്ടോ പിറകോട്ടോ ആകാൻ സാധ്യതയുണ്ട്. 2023 ജൂൺ 8-നാണ് കാലവർഷം കേരളത്തിലെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴയെത്തും മുൻപേ മുന്നൊരുക്കവുമായി ഷൊർണൂർ നഗരസഭ. മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനം സംബന്ധിച്ച് വ്യാഴാഴ്ച ശില്പശാല സംഘടിപ്പിച്ചു. ശുചീകരണം, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. ഷൊർണൂർ മയിൽവാഹനം ഹാളിലാണ് മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് സ്വാഗതം പറഞ്ഞു. മഴക്കാലത്തെ പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പാലക്കാട് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മറിയ ജോസഫും പകർച്ചവ്യാധി പ്രതിരോധം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ഷൊർണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VS കൃപയും പകർച്ചവ്യാധി പ്രതിരോധം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ഷൊർണൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സന്തോഷും ക്ലാസ് എടുത്തു. മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ചും പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരള പദ്ധതി പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ, നഗരസഭകൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ ശുചിത്വ മിഷൻ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ G വരുണും നവകേരള സൃഷ്ടിക്കായി മാലിന്യമുക്ത നഗരം എന്ന വിഷയത്തിൽ നവകേരളം കർമ്മപദ്ധതി ജില്ലാ മിഷൻ കോർഡിനേറ്റർ P സെയ്തലവിയും ക്ലാസ് എടുത്തു. നഗരമാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിത കർമ്മസേനയുടെ പങ്ക് എന്ന വിഷയം ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ അവതരിപ്പിച്ചു. നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KT വിനോദ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സാമൂഹിക പങ്കാളിത്തത്തിലൂടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്ന തലവാചകത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഡെങ്കി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ മുഖ്യ പ്രഭാഷണം നടത്തി. ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഡെങ്കിപ്പനി നമുക്കറിയാം, ഒരുപാട് ജീവനുകൾ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ഒരുപാട് ജീവനുകൾ എടുത്ത പനിയാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ്. കൊതുകിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് പകർച്ചവ്യാധി എന്നുള്ള നിലക്ക് വളരെ അപകടകാരിയാണ്. ഡെങ്കി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചികിത്സിച്ചാൽ ആ വ്യക്തിക്ക് മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ളവർക്കും അത് പകരും. ആ വ്യക്തി ചിലപ്പോൾ മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഡെങ്കിപ്പനി എന്ന് പറയുന്നത് വളരെ ഗൗരവവും പേടിപ്പിക്കുന്നതുമാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പാലക്കാട് ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബൈജുകുമാർ വിഷയം അവതരിപ്പിച്ചു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെൽത്ത് സൂപ്പർവൈസർ ഗോപിനാഥൻ നന്ദി അറിയിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ രചനാ മത്സരവും നടത്തി. കൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായാണ് റാലി നടന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം, ഡെങ്കിപ്പനി എന്നിവ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോധവൽക്കരണ റാലി നടത്തിയത്. വടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലി കേരളശ്ശേരിയിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ഡെങ്കിപ്പനി ബോധവൽക്കരണ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വീടും പരിസരവും പഞ്ചായത്ത് മൊത്തം മാലിന്യമുക്തമാക്കിക്കൊണ്ട് നല്ല മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്ത് തല വാക്കത്തോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വാർഡ് തലത്തിൽ ആശമാരും മെമ്പർമാരും നേതൃത്വത്തിൽ നമ്മുടെ വാർഡ് തലത്തിൽ വീടുകൾ പോയിക്കൊണ്ട് നമുക്ക് റബ്ബർ ടാപ്പിങ്ങുള്ള വീടുകൾ, തോട്ടങ്ങളൊക്കെ പോയി പറഞ്ഞുകൊണ്ട് അതിനെ കമത്തി വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നത് കൂടെ തന്നെ മഴക്കാലത്തിൻ്റെ രോഗപ്രതിരോധത്തിന് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെല്ലാവർക്കും മാറണം. അതുപോലെ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ B ഷാജിദ, OK രാമചന്ദ്രൻ, M രമ,
പഞ്ചായത്ത് മെമ്പർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, സാജൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലക്കാർഡുകളുമായിട്ടാണ് റാലി നടത്തിയത്. 100ഓളം പേർ റാലിയിൽ അണിനിരന്നു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ബോധവൽക്കരണം നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം ചേർന്നു. പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ചേർന്നത്. അതീവ ജാഗ്രത പുലർത്താനും യോഗം തീരുമാനിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. ചിലയിടങ്ങളിൽ മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു യോഗം. പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാജലക്ഷ്മി സംസാരിച്ചു. ഡോക്ടർ അഞ്ജിത, സെക്രട്ടറി അജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ഷേർലി, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന ശനിയാഴ്ച ഓങ്ങല്ലൂർ സെന്ററിൽ ശുചീകരണം നടത്തും. വാർഡുകൾ തോറും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാലിന്യം നിറഞ്ഞ വൃത്തിഹീനമായി പറളി ചന്തപുരയും പരിസര പ്രദേശങ്ങളും. ദുർഗന്ധത്തിൽ വീർപ്പുമുട്ടി നാട്ടുകാർ. പൂരം കഴിഞ്ഞ പറമ്പുപോലെ എന്ന പഴമക്കാരുടെ ചൊല്ലിനെ അനർത്ഥമാക്കുന്നതാണ് സംസ്ഥാന പാതയോരത്തെ പറളി ചന്തപുരയിലെ ചന്തയും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരവും. ഈ പ്രദേശമാകെ ദുർഗന്ധമായതിനാൽ യാത്രക്കാരും വ്യാപാരികളും ഏറെ കഷ്ടപ്പാടിലാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പറളിയിലെ ബുധനാഴ്ച ചന്ത വർഷങ്ങളായി സംസ്ഥാന പാതയോരത്താണ് പ്രവർത്തിക്കുന്നത്. ചന്ത കഴിഞ്ഞ് കച്ചവടക്കാർ എല്ലാ പാഴ്വസ്തുക്കളും പാതയോരത്താണ് ഉപേക്ഷിച്ച് മടങ്ങുന്നത്. നാനാവിധ പച്ചക്കറികളുടെയും അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും പാതയോരത്ത് കിടന്ന് ദുർഗന്ധം പരത്തുന്നതും തെരുവു നായ്ക്കളും മറ്റും ഇവിടെ തമ്പടിച്ച് യാത്രക്കാരെയും പരിസരത്തെ കച്ചവടക്കാരെയും ശല്യപ്പെടുത്തുന്നതും പറളിയിലെ നിത്യകാഴ്ചയാണ്. ആഴ്ചച്ചന്ത പ്രവർത്തിക്കാൻ പ്രത്യേക സ്റ്റാളൊരുക്കുകയും പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാൻ സ്ഥലമൊരുക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മലമ്പുഴ ഡാം പാർക്കിംഗ് പ്രദേശത്തെ വൻമരം കടപുഴകി വീണു. സമീപത്തെ ചായക്കട ഭാഗികമായി തകർന്നു. കടയിൽ കിടന്നുറങ്ങുകയായിരുന്ന ജീവനക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അർദ്ധരാത്രിയാണ് മരം വീണത്. വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ പാർക്കിംഗ് പ്രദേശത്ത് നിന്നിരുന്ന വൻമരമാണ് പൊട്ടിവീണത്. ചായക്കട ഭാഗികമായി തകർന്നു. കടയിൽ കിടന്നുറങ്ങുകയായിരുന്ന ജീവനക്കാരൻ രാജൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ 1:30-ക്കായിരുന്നു സംഭവം. ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കടയുടമ ബിജു സ്ഥലത്തെത്തി. ഫയർഫോഴ്സിലും വൈദ്യുതി വകുപ്പിലും ഇറിഗേഷൻ വകുപ്പിലും കടയുടമ വിവരമറിയിച്ചു. പരിസരത്തെ മറ്റ് വ്യാപാരികൾ, നാട്ടുകാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ഫയർഫോഴ്സ് അധികൃതർ എന്നിവർ ചേർന്നാണ് മരം നീക്കിയത്. ഇതിനിടെ കഞ്ചിക്കോട്ട് ഒരു കമ്പനിക്ക് തീപിടിച്ച വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് അങ്ങോട്ട് പോയി. പിന്നീട് വൈകിയാണ് തിരിച്ചു വന്നത്. പകൽ സമയങ്ങളിലായിരുന്നെങ്കിൽ വൻ ദുരന്തം നേരിടേണ്ടി വരുമായിരുന്നെന്ന് തകർന്ന ചായക്കടയുടെ ഉടമ ബിജുവും നാട്ടുകാരും പറഞ്ഞു. ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ തൊട്ട അടുത്തുള്ള ഒരു മരം അതേമാതിരി പോടായി കിടക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാരല്ലേ വരുന്നത് മലമ്പുഴയിലെ. അതൊന്ന് ഈ മൂച്ചി ആയതുകൊണ്ട് തണുപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന്റെ ചോട്ടിൽ വന്ന് ഇരിക്കുകയായിരുന്നു. ഇത് പകല് മാവായതുകൊണ്ട് പകല് തണുപ്പ് കിട്ടാൻ വേണ്ടി, തണൽ കിട്ടാൻ വേണ്ടി ഒത്തിരി വിനോദസഞ്ചാരികൾ ഈ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കാറുണ്ടെന്ന് പറയുന്നു. ഈ മരത്തണലിലാണ് നിരവധി വിനോദസഞ്ചാരികൾ വിശ്രമിക്കാറുള്ളത്. പലരും ഇതിനടിയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുക. ധാരാളം വാഹനങ്ങളും മരച്ചുവട്ടിൽ നിർത്തിയിടാറുണ്ട്. സമീപത്ത് തന്നെ ഒട്ടേറെ മരങ്ങൾ ചിതൽ പിടിച്ച് മറിഞ്ഞു വീഴാറായി നിൽക്കുന്നുണ്ടെന്നും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രവീൺ അറിയിച്ചു. ഫയർ സ്റ്റേഷനിലെ എൻ ശശി, ശ്രുതിലേഷ്, പ്രശാന്ത്, രമേഷ്, ചന്തുലാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവുവിളക്ക് സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇനിയും പരിഹാരമായില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി കടവത്ത് പുഴപ്പാലത്തിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വെളിച്ചമില്ലാത്തതിനാൽ വാഹനാപകടങ്ങളും പതിവാണ്. അപകടങ്ങൾക്ക് അറുതി വരുത്താൻ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന പറളി മേഖലയിൽ പുഴപ്പാലത്തിന് വീതി കുറവായതിനാൽ ഇരുട്ടിൽ പാലത്തിലൂടെ വണ്ടികൾ എത്തുമ്പോൾ ഉണ്ടാവുന്ന അപകട സാധ്യതയ്ക്ക് അറുതി വരുത്താൻ പാലത്തിൽ ഉടൻ തെരുവ് വിളക്ക് സ്ഥാപിക്കാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കണമെന്ന് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ ആവശ്യപ്പെട്ടു. പറളി പാലത്തിൻ്റെ ഇരുവശങ്ങളിലും കുറേ കാലങ്ങളായി വെളിച്ചം, അത് ലൈറ്റ് ആവശ്യപ്പെട്ടിട്ട് കുറേ കാലങ്ങളായി ഇതുവരെയും ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് അപകടം എല്ലാ ആഴ്ചകളിലും, ഈ ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ എല്ലാ ആഴ്ചകളിലും അപകട മേഖലയാണിത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലക്കിടി തടയണ ശുചീകരണത്തിനായുള്ള നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടയണ സന്ദർശിച്ചു. കുമിഞ്ഞുകൂടിയ ചെളിയും മണലും നീക്കി പരമാവധി വെള്ളം സംഭരിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ ജലസേചന വകുപ്പിന് കൈമാറും. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയുമായി ഇടപെട്ടെന്നും പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പറഞ്ഞു. ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ് കുമാർ, സന്തോഷ്, ജനപ്രതിനിധികളായ കെ ഹരി, എം രാമകൃഷ്ണൻ, ബാലൻ എന്നിവരാണ് തടയണ സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ചേർത്തല സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. രാവിലെ 9:15-നായിരുന്നു അപകടം. അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലെത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് ഒമിനി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പിറകിലിടിച്ച് വാൻ ഡ്രൈവർക്ക് പരിക്ക്. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപമായിരുന്നു അപകടം. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ഒമിനി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പിറകിലിടിച്ചായിരുന്നു അപകടം. ഒമിനി വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു. കുന്നംകുളത്തെ പ്രമുഖ കാറ്ററിംഗ് സ്ഥാപന ഉടമയായ അനിലിനാണ് പരിക്കേറ്റത്. അനിലിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:45-നാണ് അപകടമുണ്ടായത്. കാറ്ററിംഗിനാവശ്യമായ പച്ചക്കറികളുമായി വരുമ്പോഴായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ പട്ടാമ്പി MLAയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് മുഹ്സിൻ പങ്കെടുത്ത് സംസാരിച്ചു. നിർബന്ധമായും ചെയ്യേണ്ട വാക്സിനേഷനുകൾ അത് നടത്തുന്നതിനുള്ള ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് പട്ടാമ്പിയിൽ ഒരു സെന്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലാണ്. എന്നാൽ 500-ലധികം വരുന്ന ആളുകളുടെ വാക്സിനേഷൻ അവിടെ ചെയ്യുമ്പോൾ അത് ഹാജിമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ് പുതിയൊരു സെന്റർ കൂടി കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്ന് കേന്ദ്രത്തിന്റെ കീഴിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ സൂപ്രണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെളയൂരിലെ മെഡിക്കൽ ഓഫീസർ, നമ്മുടെ HI എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പ് നന്നായി നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വെളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ എന്നിവർ സംസാരിച്ചു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി വിഷയാവതരണം നടത്തി. വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖ് സംസാരിച്ചു. ഈ വർഷം ഹജ്ജിന് പോകുന്ന 236ഓളം പേർക്കാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വാക്സിനേഷൻ നൽകുന്നത്. കൊപ്പം ഹെൽത്ത് ബ്ലോക്കിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർ വാക്സിനേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം അരങ്ങ് 2024 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ PS. സുരഭി സ്വാഗതവും
വൈസ് ചെയർപേഴ്സൺ പി.കെ. പ്രമീള നന്ദിയും പറഞ്ഞു. മെമ്പർ സെക്രട്ടറി എൻ.ആർ. ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി.ആർ. മണികണ്ഠൻ ക്ലാസ് എടുത്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന മഹാകിരാത രുദ്രയജ്ഞത്തിന്റെ 10ാം ദിനത്തിൽ വിവിധ പൂജകൾ നടന്നു. 10ാം ദിനത്തിലെ പ്രത്യേക പൂജാ കർമ്മങ്ങൾക്ക് തോട്ടത്തിൽ മന കുട്ടൻ തിരുമേനി നേതൃത്വം നൽകി. 10ാം ദിനത്തിൽ രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഉഷപൂജയ്ക്കും മഹാകിരാത രുദ്രഹോമത്തിനും ഉച്ചപൂജയ്ക്കും ശേഷം ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ വേട്ടേക്കാരന്റെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വേട്ടേക്കാരന്റെ ഉച്ചപാട്ടും പ്രസാദകൂട്ടും നടന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഗോവിന്ദ് മുരളി ഷൊർണൂർ അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി. തായമ്പകയ്ക്ക് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, സഹസ്രദീപക്കാഴ്ച, ദീപാരാധന, അത്താഴപൂജ എന്നിവയും നടന്നു. വൈകിട്ട് 6:30 വേട്ടേക്കാരന്റെ മുല്ലക്കൽ പാട്ട് നടന്നു. ശേഷം 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടേക്കാരന്റെ എഴുന്നള്ളത്ത് നടന്നു. പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം രാജനാരായണൻ, പെരിങ്ങോട് ചന്ദ്രൻ, അവണു ശങ്കർ, വരവൂർ അപ്പു, പെരിങ്ങോട് മണികണ്ഠൻ തുടങ്ങിയവർ പ്രമാണം വഹിച്ചു. ശേഷം കളംപൂജ, കളംപാട്ട്, നാളികേരമേറ്, കളംമാക്കൽ തുടങ്ങിയവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം ചുരങ്ങാട് പിലാത്തറയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിൽ മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതി ചാലക്കുടി സ്വദേശി സുനാമി ജയ്സനെ മോഷണം നടന്ന ആന്തൂർകുന്ന് മനയിൽ കൊണ്ടുവന്നത് ഒറ്റപ്പാലം ASPയുടെ നേതൃത്വത്തിൽ. മറ്റൊരു കേസിൽ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി റിമാൻഡിലായിരുന്ന പ്രതിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കോടതി മുഖേന. കഴിഞ്ഞ ഫെബ്രുവരി 25-ന് നടന്ന കവർച്ചയിൽ നിർണായക തെളിവായത് പ്രതിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ. തൃശൂരിൽ ആവേശ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരെ കേസെടുത്ത് പോലീസ്. പാർട്ടിയിൽ കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച അനൂപിൽ നിന്ന് വിശദമായ മൊഴി ശേഖരിച്ചു. വേനൽ മഴ മെയ് 20 വരെ തുടരും. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം മെയ് 31-ന് കേരളത്തിലെത്തിയേക്കും. 2023-ൽ കാലവർഷം ആരംഭിച്ചത് ജൂൺ 8-ന്. മഴയെത്തും മുൻപേ മുന്നൊരുക്കങ്ങളുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. വിവിധ പ്രദേശങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണവും സജീവം. ഷൊർണൂരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ബോധവൽക്കരണ ശില്പശാല. തൃശൂർ ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 11 പേർക്ക് പരിക്ക്. ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് പരിക്കേറ്റത് 10 പേർക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഒമ്നി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പിറകിലിടിച്ച് വാൻ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഭാരതപ്പുഴയിലെ ലക്കിടി തടയണ വൃത്തിയാക്കുന്നു. ശുചീകരണ നടപടികൾ തുടങ്ങി. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടയണ പ്രദേശം സന്ദർശിച്ചു. വാഹനാപകടങ്ങൾ പെരുകുന്ന പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവിളക്ക് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനു നേരെ കണ്ണടച്ച് അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ. പറളി ചന്തപുര പ്രദേശത്ത് മലിനീകരണം രൂക്ഷം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.